പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ CPI MLA വാഴൂർ സോമൻ ഒരു വർഷം മുൻപ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് നടപടി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അന്ന് പക്ഷേ നടപടി ഉണ്ടായില്ല. വിഷയത്തിൽ മന്ത്രി വ്യക്തത വരുത്തണമെന്ന് വാഴൂർ സോമൻ MLA ആവശ്യപ്പെട്ടു. ഒരു വർഷത്തിന് മുൻപ് താലൂക്ക് സഭയിൽ CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ആളുകൾ ഒന്നടങ്കം ഞങ്ങൾ ഏവരും ചേർന്ന് നടപടി സ്വീകരിക്കണമെന്ന് തഹസിൽദാരോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അതിന് സമയത്ത് നടപടി ഉണ്ടായില്ല. ഈ 3.5 വർഷക്കാലത്തിനുള്ളിൽ 5ാമത്തെ തഹസിൽദാരാ പീരുമേട്ടിലിരിക്കുന്നത്, 5ാമത്തെ LR തഹസിൽദാരാ പീരുമേട്ടിലിരിക്കുന്നത്, 4ാമത്തെ LA തഹസിൽദാരാ പീരുമേട്ടിലിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായി ഞങ്ങളെ കൂടെ ചെളിവാരി എറിയുന്ന ഒരു സമീപനം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്തണം. അതേസമയം കുടിയേറ്റക്കാർക്ക് സർക്കാർ പട്ടയം അനുവദിക്കും, എന്നാൽ കയ്യേറ്റക്കാരെ വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് മന്ത്രി K. രാജൻ മറുപടി നൽകി. 15 റവന്യൂ ഉദ്യോഗസ്ഥരുടെ ടീം രൂപീകരിച്ചു. ഒഴിപ്പിക്കൽ സംബന്ധിച്ച് വിലയിരുത്തലുകൾക്കായി ഇന്ന് വൈകിട്ട് 6-ന് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ കുടിയേറ്റക്കാരായ, സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ. എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചു പൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഏതർത്ഥത്തിലും അളവിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അവിടെ ആ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഉന്നതതല യോഗത്തിലൂടെ ആ നടപടിക്രമങ്ങൾ എന്നേക്കുമായി അത്തരത്തിൽ ഒരു കയ്യേറ്റവും ഇനി എവിടെയും വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിയെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്ന് പറയുമ്പോഴും മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ കയ്യേറ്റങ്ങളൊക്കെ തന്നെയും ഒഴിപ്പിക്കുമെന്നുള്ളൊരു കാര്യം പറയുമ്പോഴും ഈ കയ്യേറ്റങ്ങൾ സംഭവിച്ച സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് മറുവശത്ത് ഉയരുന്നത്. അങ്ങനെ തന്നെയാണ് വിഷ്ണു. കാരണം പരുത്തുംപാറ കയ്യേറ്റം സംബന്ധിച്ച് റവന്യൂ വകുപ്പിനെതിരെ CPI മന്ത്രിക്കെതിരെ CPI MLA തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വർഷം മുൻപ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് ആവശ്യപ്പെട്ടതാണ് നടപടി കൈക്കൊള്ളാൻ, പക്ഷേ നടപടി കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് വാഴൂർ സോമൻ പറഞ്ഞത്. തനിക്കും ഈ വിഷയം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാഴൂർ സോമൻ നിയമസഭയിൽ സംസാരിച്ചത്. അപ്പൊ പല ഉദ്യോഗസ്ഥർ, അതായത് മന്ത്രിക്ക് വകുപ്പിനുണ്ടായിട്ടുള്ള കുറ്റങ്ങൾ തന്നെ വീഴ്ചകൾ എടുത്തു പറയുകയായിരുന്നു. കാരണം പല ഉദ്യോഗസ്ഥർ ഈ വർഷങ്ങൾക്കിടയിൽ മാറിപ്പോയി. ഉദ്യോഗസ്ഥർ വരുന്നതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് വാഴൂർ സോമൻ പറഞ്ഞത്. വിവിധ പാർട്ടികൾ ഒന്നിച്ചാണ് ഈ ആവശ്യം ഉന്നയിച്ചത് തന്നെ. കയ്യേറ്റം സംബന്ധിച്ച വിഷയത്തിൽ തങ്ങളെ ചെളിവാരി എറിയാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് വാഴൂർ സോമൻ MLA അടക്കം ചെളിവാരി എറിയാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ മാറി വന്നിട്ടും ഇത്രത്തോളം വർഷങ്ങളായിട്ടും ഈ വിഷയം കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയില്ല എന്നുള്ള CPI MLA തന്നെ ഈ ഒരു വിഷയം പറയുന്നത്. വിഷയത്തിൽ മന്ത്രി വ്യക്തത വരുത്തണം എന്നുള്ള വാഴൂർ സോമൻ MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെ മന്ത്രി മറുപടി പറയുകയുണ്ടായി. കുറ്റക്കാർക്ക് സർക്കാർ പട്ടയം അനുവദിക്കും, എന്നാൽ കയ്യേറ്റക്കാരെ വെച്ചുകൊണ്ടിരിക്കില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. 15 റവന്യൂ ഉദ്യോഗസ്ഥരുടെ ടീം രൂപീകരിച്ചിട്ടുണ്ട്. കയ്യേറ്റം വെച്ചു പുറപ്പിക്കില്ല. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി 6 മണിക്കൊരു യോഗം ചേരും എന്നുള്ളതും മന്ത്രി ഈ വാഴൂർ സോമന് മറുപടിയായി നിയമസഭയിൽ പറഞ്ഞു. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.